വിസ്ഡം യൂത്ത് കേരള ടീച്ചേഴ്സ് കോൺഫറൻസിന് പെരിന്തൽമണ്ണയിൽ സമാപനം. അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളെ അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങളെ കരുതിയിരിക്കണമെന്ന നർച്ചറിംഗ് ഹ്യൂമാനിറ്റി എന്ന പ്രമേയത്തിൽ പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ച കോൺഫറൻസ് അഭിപ്രായപ്പെട്ടു. ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഫീലിംഗ് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചക ജീവിതത്തിൽ പ്രവാചകൻ തൻ്റെ അനുയായികളാകുന്ന വിദ്യാർത്ഥികളോട് അവരുടെ ഫീലിംഗ് മനസ്സിലാക്കി അദ്ദേഹം സമീപിച്ചിരുന്ന ആ ഒരു സമീപനമുണ്ടല്ലോ, സാഹിർ ബിൻ ഹറാം എന്ന വളരെ വിരൂപിയായ അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളെ അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങളെ കരുതിയിരിക്കണമെന്ന് നേച്ചറിംഗ് ഹ്യൂമാനിറ്റി എന്ന പ്രമേയത്തിൽ പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ച കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികളിൽ സ്വാർത്ഥചിന്ത വളർത്തി അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ ഗുണദോഷിക്കാനുള്ള അവകാശമില്ലെന്ന പ്രചാരണത്തിന് പിന്നിലെ സ്വതന്ത്രവാദ ചതിക്കുഴികളെ സമൂഹം തിരിച്ചറിയണം. അതിരുവിട്ട ആഘോഷഭ്രമങ്ങളെ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്നതിന് പിന്നിൽ കുത്തക കമ്പനികളുടെ കച്ചവട തന്ത്രമാണ്. പാശ്ചാത്യ ലോകത്ത് പുരോഗമനത്തിന്റെ പേരിൽ നടപ്പിലാക്കി പരാജയപ്പെട്ട ജെൻഡർ തിയറികളെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയ നടപടികൾ പുനഃപരിശോധിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ഉപാധ്യക്ഷനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിസ്ഡം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി നസീഫ് അധ്യക്ഷത വഹിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി.കെ. അഷ്റഫ്, വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് കെ. താജുദ്ദീൻ സ്വലാഹി, വിസ്ഡം യൂത്ത് ജനറൽ സെക്രട്ടറി ടി.കെ. നിഷാദ് സലഫി, സംസ്ഥാന സെക്രട്ടറി ജംഷീർ സ്വലാഹി തുടങ്ങിയവർ പ്രസംഗിച്ചു. സംബന്ധിച്ച് വാദോരാതെ സംസാരിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് എന്തു പറ്റി, എങ്ങനെയാണ് ഇവർ ഇങ്ങോട്ട് എത്തിയത്, ഈ ഒരു സാഹചര്യം രൂപപ്പെട്ടത് എങ്ങനെയാണ്? പലരും ചിന്തിക്കുന്നത് ഇത് കോവിഡാനന്തരമുണ്ടായ കുട്ടികളിലെ മാറ്റമാണ്. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് അധ്യാപകർ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധ്യാപക സംഗമം, സന്ദേശരേഖ വിതരണം, സൗഹൃദ സന്ദർശനങ്ങൾ, ഓൺലൈൻ സന്ദേശ പ്രചാരണം, AI വർക്ക്ഷോപ്പ്, ടേബിൾ ടോക്ക് എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,